കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധന കരങ്ങൾ വീശി ദൈവസ്നേഹത്തോടെ ജീവന്റെ തിരുഭോജനേ ആരാധന പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജനേ. ആരാധന പാടാം. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജനേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ. ഉച്ചത്തിൽ പാടാം. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പാദനിസ്വനങ്ങൾ നിശബ്ദതയുടെ ഒരു സ്വരമായിട്ട് നമുക്ക് വിവേചിക്കാൻ കഴിയുന്നിടത്ത് വെച്ച് നമ്മുടെ ആധ്യാത്മിക മനുഷ്യൻ
ഉണർച്ച പ്രാപിച്ചു വരുന്നുവെന്ന് നമ്മൾക്ക് കരുതാൻ പറ്റും. പക്ഷെ എന്താണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ആ വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. ആ സാക്ഷ്യം ആൽബിൻ കൂനമ്പാവ്, നമ്മുടെ ചാവറയച്ചൻ്റെ ശുശ്രൂഷ കേന്ദ്രത്തിലെ കൂനമ്പാവയുടെ വക ഇവിടെ നിന്നുള്ള കുറേ സാക്ഷ്യങ്ങൾ വന്നിട്ടുണ്ട്. ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കുറേ സാക്ഷ്യങ്ങൾ, നല്ല കരുത്തിട്ട സാക്ഷ്യങ്ങൾ കൂനമ്പാവിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതിലൊരു സാക്ഷ്യം ആൽബിൻ പറഞ്ഞതാണ്. ആൽബിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘട്ടങ്ങളെ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്നലെ ഡെലിവർ ചെയ്ത സാക്ഷ്യമാണ്. ഇപ്പം ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു. സാക്ഷ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിഷയം, അദ്ദേഹം ടോട്ടലായിട്ട് അത് മനുഷ്യൻ്റെ ജഡിക മനുഷ്യനാണ്. ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ജഡിക മനുഷ്യൻ്റെ ലോകത്താനല്ല, ദൈവത്തിന് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു 30% സ്പേസ് മാത്രം ദൈവത്തിന് കൊടുക്കുകയും ബാക്കി 70% നമ്മളുടെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ധരിച്ചിട്ട് മൊത്തം മസിൽ പവർ, മണി പവർ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് സ്വന്തം ജീവിത വിജയത്തിന് വേണ്ടി തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുന്ന മനുഷ്യരാണ് ജഡിക മനുഷ്യർ. അവർ ചെയ്യണ തെറ്റാണെന്നല്ല, മാനുഷ്യമായിട്ടൊക്കെ ശരിയാണ്, ദൈവികമായിട്ട് തെറ്റായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി. ഇപ്പോൾ ചില പൊട്ടന്മാർ പറഞ്ഞു അത് ദൈവം തന്നതല്ലേ, പിന്നെ എന്താ കുഴപ്പം, അതിലെല്ലാം ആശ്രയിക്കുമ്പോൾ ദൈവത്തെ തന്നെയല്ലേ നമ്മൾ ബഹുത്വപ്പെടുത്തുന്നത്. നോ. അവിടുത്തെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നിങ്ങൾ തന്നെ ചിലർ അപ്പന്മാരോട് കാർക്കശ്യമായിട്ട് പറയും, എന്താ, ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ ജയിച്ചു, കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പറയും. അങ്ങനെ പറയുന്ന കുറേ വിഡ്ഢിയാന്മാരുണ്ട്. ഞാൻ പഠിച്ചു, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, ഞാൻ ജയിച്ചു, കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചില വിഡ്ഢിയാന്മാരുടെ പ്രശ്നം, അവർ നാക്ക് കൊണ്ട് എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും, ജീവിതം കൊണ്ട് തോറ്റുകൊണ്ടിരിക്കും. കാര്യം ഇതെല്ലാം കേൾക്കുന്ന ഒരാളുണ്ടല്ലോ. നീ വന്ന വഴികളിലൂടെ എല്ലാം നിനക്ക് കാവൽ നിന്നുകൊണ്ട് നിൻ്റെ പഠനങ്ങൾക്കും ഭക്ഷണത്തിനും വിശ്രമത്തിനും എല്ലാം കാവൽ നിന്ന ആൾക്കാരുണ്ടല്ലോ കുടുംബത്തിൽ. അവരുടെ അധ്വാനത്തെ മറന്നാണ് നിൻ്റെ ബൗദ്ധിക വങ്കത്വം കെട്ടി എഴുന്നള്ളിക്കണത്. അങ്ങനെ നിങ്ങൾ തലമറന്ന് എണ്ണ തേക്കരുത്. അതിന് മത്സരമെന്നാണ് പറയുന്നത് ബൈബിളിൽ. അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുള്ള മത്സരം, അല്ലെങ്കിൽ അവരെ ഇടിച്ചു താത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ കേമത്വം കെട്ടി എഴുന്നള്ളിക്കുന്നതിന് ദൈവത്തെ മറന്നുള്ള ഒരു മത്സരമാണ്. ഒരിക്കലെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അനുതാപം തോന്നണം. പക്ഷേ അനുതാപം തോന്നണമെങ്കിലുള്ളൊരു കുഴപ്പം, നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് അനുതാപിക്കാനൊന്നും പറ്റത്തില്ല. അനുതാപത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ്. ആത്മാവിനെ തുറക്കണത്, ദൈവം പ്രവേശിക്കണതും അനുതാപത്തിന് താക്കോൽ കൊണ്ട് തുറന്നാണ്. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അകത്തിട്ട് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ദൈവത്തോട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കലാപരിപാടി എന്ന് പറയണത് അകത്തു നിന്ന് ലോക്ക് ചെയ്തിട്ട് ദൈവത്തിനെ പുറത്ത് നിർത്താനേ പറ്റത്തുള്ളൂ. പക്ഷെ തുറന്ന് കയറുക എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല സാധനം. അതുകൊണ്ടാണ് വെളിപാട് പറയണത്, വാതിൽക്കൽ നിന്നുകൊണ്ട് ഞാൻ
മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്ന് തന്നാൽ 2 സെക്ഷനാണ് ഉള്ളത് അനുതാപത്തിന്. ഒന്ന് നമ്മളുടെ ഒരു തുറവിയും പിന്നെ ദൈവത്തിൻ്റെ ഒരു തുറവിയും. 2 തുറവികളുണ്ട്. ഒന്ന് നമ്മൾ അനുവദിക്കണം. ദൈവം ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് ഒന്നും അകത്ത് കയറത്തി അനുതാപമൊന്നും ഉണ്ടാക്കത്തില്ല. അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. വെളിപാട് 3:19. ആ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഒന്ന് പറഞ്ഞ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇതിന് വരുന്ന വിഷയം ഒന്നുകൂടി ആ വചനം ഒന്നുകൂടി വായിച്ച 19. ഞാൻ സ്നേഹിക്കുന്നവരെ, ഒന്ന് പറഞ്ഞേ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില സമയം 2 കാര്യങ്ങൾ വരാം. എന്താണ്? ശാസന വരാം, വഴക്ക് വരാം, പിന്നെ എന്താണ്? ശിക്ഷ വരാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ശാസനയും ശിക്ഷയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ അതിനോട് പിന്നെ പതുക്കെ ശാസനയും ശിക്ഷയുമുള്ള ന്യായത്തിനാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ദുഃഖവും കഷ്ടപ്പാടും തന്നെയാണല്ലോ വരണത്. നമ്മുടെ വഴിയിൽ പിന്നെയും ക്ലേശമാണല്ലോ. അപ്പോൾ പ്രാർത്ഥന കൂടുമ്പോഴാണ് ക്ലേശങ്ങൾ വരണതെന്ന് ചില വിഡ്ഢിയാന്മാരായ ബ്രദേഴ്സ് വീടുകളിൽ കയറി ഇറങ്ങി അബലകളായ സ്ത്രീകളെ ഉപദേശിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യും. ഇതൊക്കെ അന്നും ആദിമസഭയിലുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ശാസനകളെ ഈ ദൈവസ്നേഹമുള്ളവരെ ഇപ്പം എന്താ പറയണത്? ഇപ്പം നിനക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ശാസന കിട്ടിയ ആളാണ്, നീ പഠിച്ചിട്ടും തോറ്റുപോയി, 1 മാർക്കിന് നീ വീണുപോയി, 1 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനോ. അപ്പോൾ ഇനി ഞാനെന്തിനാ പഠിക്കണത്, ഞാനെന്തിനാ പ്രാർത്ഥിക്കണത്, എനിക്ക് അത്തരം ദൈവത്തെ എന്തിനാ? നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി ഇനാം പെച്ചിയെ പോലെ തലകുമ്പിട്ട് അങ്ങനെ ഇരിക്കും. അത് ശാസനയുടെ കാലങ്ങളിൽ ചില ആൾക്കാർ കാണിക്കുന്ന ബോഡി ലാംഗ്വേജാണ്. പള്ളിയില്ല, പട്ടക്കാരനില്ല, എവിടെയെങ്കിലും ഒരു തട്ട് കിട്ടിയാൽ മതി. ഒന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ബ്രദർ മരിച്ചു കാണും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ലോകത്തിൽ മരിച്ചു പോയി കാണും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അന്ന് പോലും ധാർമ്മിക രോഷം കൊണ്ട് അടക്കുകയാണ്. എന്ത് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, എന്തൊരു വൃത്തിയുള്ള മനുഷ്യൻ, ഇവനേക്കാൾ എത്രയോ ദുഷ്ടന്മാർ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, അവന്മാർക്കൊരു കുഴപ്പമില്ല, നല്ലവരെയും കൊണ്ട് ദൈവം പോയി, ഇതെന്തൊരു ദൈവമാണ്. ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്ത് ആ ഒരു കാര്യവും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് പതുക്കെ മാറുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും വരണ ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് മാറാൻ നമുക്ക് ഒരു 10,000 കാര്യങ്ങൾ വേണേൽ പറയാൻ പറ്റും. ദൈവത്തോട് അടുക്കാൻ ഒറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തോട് അടുക്കാൻ ഒരു കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് എൻ്റെ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിന് ഉള്ളൊരു പ്രത്യേകത, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറ്റിക്കൽ ഫെയ്ത്ത് അല്ല. ഒരു ഇഷ്യൂ അതിനെ എങ്ങനെയാണ്, ഒരു ഇഷ്യൂ കഴിഞ്ഞു എന്നിട്ട് പിന്നെ എന്താണ് അവശേഷിക്കണത്. പണ്ട് കമ്പിത്തിരി എന്ന് പറഞ്ഞ സംഭവമാണ്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടോ കമ്പിത്തിരി? ഉണ്ടോ ഇപ്പോൾ? ഉണ്ടോ? കമ്പിത്തിരിക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കത്തി ഭയങ്കരമായിട്ട് നക്ഷത്രങ്ങളൊക്കെ ചീറ്റി ഭംഗിയായിട്ട് പോയാലും ആ കമ്പി അവശേഷിക്കും, ഇല്ലേ? ഇപ്പം ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ കമ്പി പെറുക്കി കൊണ്ടുപോയി പാലുമിഠായി മേടിക്കുമായിരുന്നു. അന്നത്തെ ഒരു കുഞ്ഞുങ്ങളുടെ പരിപാടിയായിരുന്നു. ഈ പെരുന്നാൾ കഴിയുമ്പോൾ പള്ളിമുറ്റത്ത് പോയി കമ്പിത്തിരി പെറുക്കി എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് ഈ പാലുമിഠായിക്കാരൻ ഇങ്ങനെ വലിച്ചാൽ നീളം മിഠായിക്ക് വരുമല്ല ചുറ്റിയിൽ ഒരു ക്ലാറിനറ്റൊക്കെ വായിച്ചുകൊണ്ട് ആൾ വരും. ഇപ്പോഴൊന്നും ഇല്ല. അപ്പോഴേ കത്തിയാലും കമ്പി അവശേഷിക്കും.
അത് വേണമെങ്കിൽ പിന്നെ നമുക്ക് മരുന്ന് ചുറ്റി കമ്പിത്തിരി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കത്തൽ വന്നാലും കമ്പി അവശേഷിക്കുക. അതാണ് വിശ്വാസം എന്ന് പറയണത്. ഒരു മരണം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അടുപ്പമുള്ള ആൾക്കാർ പോയി, നമ്മൾ കുറച്ച് ദിവസം നിലവിളിച്ചൊക്കെ നടന്ന്, പിന്നെ പള്ളിയും വേണ്ട, പ്രാർത്ഥന ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ചേട്ടന് തന്നില്ല, ആ കുഞ്ഞ് മരിച്ചു പോയല്ല എന്നൊക്കെ പോയി നിലയെ വിളിച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട മരണങ്ങളിൽ പിന്നീട് വിശ്വാസം കുറഞ്ഞു പോയ ആ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ജപ്തി നടപടിക്ക് ശേഷം, അല്ലെങ്കിൽ ആ പരീക്ഷ തോൽവിക്ക് ശേഷം, അല്ലെങ്കിൽ ആ ജോലി നഷ്ടത്തിന് ശേഷം വിശ്വാസം കൂടിയാന്ന് നീ ആത്മശോധന ചെയ്യണം. കുറഞ്ഞെങ്കിൽ ഇനി കാര്യം വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചിട്ട് ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ദൈവം ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഒരിക്കൽ വിശ്വാസം ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യത്തിൽ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണം. ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ദൈവം പഴയ ഫയൽ എങ്ങനെയുണ്ടെന്ന് നോക്കും, വെറുതെ ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റു 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ +1 ചേരാൻ ചെന്നപ്പോൾ മാർക്ക് കുറവാണ്, ഇവന് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാനേജറും പ്രിൻസിപ്പളും ഒറ്റയടിക്ക് പറഞ്ഞു. അപ്പോഴാരെങ്കിലും അധ്യാപകർ നമ്മളോട് അല്പം താപമുള്ളവർ നമ്മളറിയാവുന്ന പറഞ്ഞു, സാറേ അവൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, അവൻ്റെ മറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് നോക്കിയേ, അവൻ്റെ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള അവൻ ജില്ലയിലൊക്കെ കളിക്കാൻ പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, സ്പോർട്സിന് പോയിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടത്. അപ്പം ഗ്രേസ് മാർക്കാണ് നോക്കണത്. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുകയാണ്, പക്ഷെ അവൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻസ് നോക്കും ദൈവം. അത് ദൈവത്തിൽ നിന്ന് നോക്കുന്ന പരിപാടിയാണ്, മനുഷ്യന് മാത്രമല്ല. ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റ്, നമുക്ക് പഠിക്കാതെ തോറ്റതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭ്യാസത്തിൽ തോറ്റതായിരിക്കും. പക്ഷേ നമുക്കൊരു മേൽക്കൈ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലം ഫിഗേഴ്സ് നോക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വിഷയത്തിൽ അല്ലാതെ മറ്റ് ഗുണങ്ങൾ എന്തെങ്കിലും നിനക്കുണ്ടോ? പ്രാർത്ഥിക്കുക, കർത്താവേ വിശ്വാസത്തിലെ, ദൈവസ്നേഹത്തിലെ, പ്രത്യാശയിലെ നിൽക്കുന്നുവെന്ന് കരുതുന്ന ഞാൻ വീഴാതിരിക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പൊൻകരങ്ങളിലെ എൻ്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ, എൻ്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ, എൻ്റെ വിശ്വാസത്തെ താങ്ങി നിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതെല്ലാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വേദങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വേദങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. എല്ലാവരും എഴുന്നേൽക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, ആരാധന, ആരാധന. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. എൻ്റെ മക്കളെ കൈകൾ രണ്ടും വിടർത്തി വെക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം കൈകളിലേക്ക് തളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ.
കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളുടെ കൈകളിലേക്ക് തളിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൈകളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട്, നെറ്റിയിലും വെച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ, ചെകിടിന് കേട് നൽകിയവനെ, കർത്താവെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ, മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ, തലവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവെ, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലും, ഓരോ പെശുകളിലും, രക്തഞരമ്പുകളിലും, ആന്തരിക അവയവങ്ങളിലും, തലച്ചോറിലും, തൊണ്ടയിലും, ഹൃദയത്തിലും, കരളിലും, ഉദരത്തിലും, കുടലിലും, ആന്തരിക അവയവങ്ങളിലും, ഗർഭാശയത്തിൽ, മൂത്രാശയത്തിൽ, ആമാശയത്തിൽ, പ്രശ്നങ്ങളിൽ, കർത്താവ് അസ്ഥികളിലെ, പേശികളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നടുവിലെ കിഡ്നികൾ, കരളുകൾ, ഹൃദയം, സ്പോണ്ടിലോസിസ്, ഞരമ്പുകൾ, നാടിഞരമ്പുകൾ, അസ്ഥികൾ, നടുവല്ലുകൾ, ഇടുപ്പല്ലുകൾ, എല്ലാ ക്യാൻസർ രോഗികൾ, കരരോഗികൾ, കിഡ്നി രോഗികൾ, ത്വക്ക് രോഗികൾ, അർശസ് രോഗികൾ, അൾസർ രോഗികൾ, PCOD രോഗികൾ, കർത്താവേ, എയ്ഡ്സ് രോഗികൾ, യേശുവിൻ്റെ നാമത്തിൽ എപ്പിലെപ്സി രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുണേനേ, സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ, സദയം തുണേനേ, സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടി നിൽക്കുക. അച്ഛൻ പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഓർത്ത് നിങ്ങളുടെ വിഷയം റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ, ആൾക്കാരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുക. ദൈവമാതാവിൻ്റെയും മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകടക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശ്വാസത്തെയും പ്രത്യാശയും ദൈവസ്നേഹത്തെയും ഊതിക്കത്തിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ